ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ തറവാട്ടിലാണ്. എൻ്റെ തറവാടല്ല, ഈ ആപ്പിൻ്റെ തറവാട്. ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ മറിയം, എൻ്റെ കസിൻ ബേബിയാണ്. അപ്പം ഈ ആപ്പ് വേണം. അപ്പോൾ ഇവിടെ ചക്ക മുറിക്കാൻ, ചക്ക വറക്കാൻ വേണ്ടി അബ്രോഡ് വേണം ആൾക്കാർക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ എന്താണ് 3 ആടുണ്ട്. ഒരാട് കൂടിൻ്റെ പുറത്തും, ഒരു കുഞ്ഞാട് കൂടിൻ്റെ പുറത്തും, ഒരു വലിയ ആട് കൂടിൻ്റെ പുറത്തും, ഒരു ചെറിയ ആട് കൂട്ടിലും, പിന്നെ കുറച്ച് കോഴികളും. പിന്നെ ഇവിടെ ചക്കമരം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാഗവള്ളിയിൽ ഡാൻസ് കണ്ട് എന്നിട്ട് ഞാൻ ചക്ക മുറിക്കും കേട്ടോ. കുറച്ച് ചക്ക മുറിക്കുന്നൊക്കെ, പക്ഷെ എൻ്റെ മുറിക്ക് നോക്കിയപ്പോൾ ഞാൻ ചക്ക മുറിച്ചിട്ട് ശരിയാവില്ല. ബാക്കി എല്ലാവരും മുറിച്ചിട്ട് ശരിയായി. സോ സാഡ്. അപ്പം അത് ചക്ക മുറിക്കണം. ഞാൻ ചക്ക മുറിച്ചിട്ട് കുഞ്ഞായിട്ടല്ല അങ്ങനെ മുറിച്ചിടാൻ പാടും. അപ്പം ഇവിടെ കോഴീനെ കാണിക്കാൻ പോകണേ നമ്മൾ. ഇവർക്ക് കോഴിപ്പനെ കാണണമെന്നും പറഞ്ഞ് ബഹളം വെക്കണം. അപ്പോൾ നമുക്ക് കോഴിപ്പനെ കളിക്കാം. ഇവിടെ ചെരുപ്പ് ഇട്ടിട്ടില്ല. അപ്പം ചെരുപ്പ് ഇടിപ്പിക്കണം. എനിക്ക് പുള്ളി കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ചെരുപ്പ് ഇട്ടിട്ട് സുന്ദരിയായി പെണ്ണിട്ട്, പിന്നെ ചെരുപ്പ് ഇട്ടുന്നാണ് എന്നെ കോഴീനെ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കോഴികൾ. എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ എണ്ണിയില്ല. അങ്ങനെ ഒരു ബോട്ടിലിൽ ഇങ്ങനെ വെച്ചിട്ടാണ് വെള്ളം കുടിക്കുന്നത്. ഇതാണ് കോഴികൾ. നിങ്ങൾ തന്നെ എണീക്ക് എത്ര കോഴിയുണ്ട്. അപ്പുറത്തെ കുട്ടിയിൽ വേറെ കോഴിയുണ്ട്. നിങ്ങൾ തന്നെ എണീക്കട്ടോ. പിന്നെ കോഴി, പിന്നെ ഇവിടെ ആളുകൾ ഫുഡ് കൊടുക്കും, പുല്ല് കൊടുക്കണം. ഇത് ഈദിൽ അദ്ഹാക്ക് അറക്കാനുള്ള പശുവാണ്. അല്ലല്ല, പോത്ത്. ഇതിന് നമ്മൾ തീറ്റിൽ വളർത്തി പോകണം. ഇത് വേറെ പോത്താണ്. ഇതിൻ്റെ പുറകെ 2 കൊക്ക് കിടക്കുകയാണ്. കണ്ട് 2 കൊക്ക് ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾ കൊക്കിനെ കണ്ടില്ലേ ശരിച്ചോളി. ഈ പോത്തിന്റെ പുറകെ ഇങ്ങനെ നടക്കേണ്ട ഗൈസ്. ഇതിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കണ ഈ പോത്തിന്റെ പുറകെ. പറഞ്ഞു പോയി പറഞ്ഞ ഇതുവരെ അവിടെ പോത്തിന്റെ പുറകെ നടക്കുന്നു. കണ്ടോ, പോത്തിന് ഒരു ചവിട്ടോട്ട് വിട്ടാൽ മതി. ഇതാണ് നമ്മുടെ മിന്നുവാട്. ചിന്നുവാട് കൂട്ടിൻ്റെ അകത്താണ് ഗൈസ്. ഇത് മിന്നുവാട്. ചിന്നുവാടിനെ ഇപ്പൊ കാണിച്ചു തരാം. ചിന്നുവാട് ചിന്നുവാടാണ് കേട്ടോ. ഇത് കണ്ണക്കല്ല് കൂട്ടിലാക്കി സങ്കടമായിരിക്കും. കാരണം നേരത്തെ ഉണ്ടല്ലോ കൂട്ടിലാക്കണം, ഓടിച്ചോട്ട് കളിച്ചിട്ട് കൂട്ടിലാക്കി. ഇവനാണ് ഇപ്പോൾ വിട്ടിട്ട് നോക്കണം. ഇവനല്ല, ഇതിനെ നമ്മൾ പുല്ല് കൊടുത്ത് വിശദീകരിച്ചതാണ്. ഇപ്പൊ തന്നെ പുല്ലിനാണല്ല കണ്ടു വഴി നമ്മ പറയുള്ളൂ. കാരണം ഞാൻ വേണ്ടിയിട്ട് തിന്നില്ല, എല്ലാവരും പറയുന്നു. ഇത് അച്ഛനെ ഒരാടിനെ നമ്മൾ പുല്ല് നിർത്തിയിട്ട് വശീകരിക്കണം. ഇനി നമ്മൾ ചിന്നു കൂടുതലെടുത്തത് അത് തിന്നാനില്ല, വാങ്ങിച്ചില്ല. അപ്പം നമ്മൾ എറിഞ്ഞിട്ട് കൊടുത്ത് തിന്നണേ തിന്നട്ടെ. ആ കൂട്ടിലുണ്ട് കേട്ടോ.